കഴിഞ്ഞ 10 വർഷത്തിലേറെയായി ഇന്ത്യയെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വിരമിക്കലിനൊരുങ്ങുകയാണ് എന്ന വാർത്ത എങ്ങും സജീവമാവുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി RSSന്റെ ആസ്ഥാനത്തേക്ക് നടത്തിയ സന്ദർശനം 2012 ശേഷം നടത്തുന്ന പ്രധാനമന്ത്രിയായ ശേഷമുള്ള ആദ്യ സന്ദർശനം തന്നെയാണ് ആ വാർത്തകൾ സജീവമാക്കാൻ ഒരു കാരണമെങ്കിൽ മറ്റൊരു കാരണം BJP നേതാവും മുൻ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയുമായ സുബ്രഹ്മണ്യൻ സ്വാമി ഏകദേശം ഒരു വർഷം മുമ്പ് ഓഗസ്റ്റ് 21, 2024 ഇട്ട ഈ പോസ്റ്റാണ്. ഈ ട്വിറ്റർ ട്വീറ്റിൽ സുബ്രഹ്മണ്യൻ സ്വാമി പറയുന്നത്, നരേന്ദ്രമോദി RSS പ്രചാരകരുടെ സംസ്കാരത്തിനനുസരിച്ച് സെപ്റ്റംബറിൽ 75 വയസ്സ് തികയുമ്പോൾ മാർഗദർശൻ മണ്ഡൽ എന്ന സമിതിയിലേക്ക് ചുരുങ്ങിയില്ലെങ്കിൽ, പ്രധാനമന്ത്രി പദം സ്വയം വിരമിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റു വഴികളിലൂടെ പ്രധാനമന്ത്രി പദം നഷ്ടപ്പെടുമെന്നാണ്. ചുരുക്കി പറഞ്ഞാൽ, ഒരു BJP നേതാവ്, ഒരു മുൻ കേന്ദ്രമന്ത്രി 2016 നരേന്ദ്രമോദി സർക്കാർ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത അംഗം നരേന്ദ്രമോദിയെ പരസ്യമായി ഭീഷണിപ്പെടുത്തി. പക്ഷേ ഒരു ദേശീയ മാധ്യമവും അത് വാർത്തയാക്കിയില്ല. കേരളത്തിലെ സംഘപരിവാർ വിരുദ്ധരെന്ന് സ്വയം വിളിക്കുന്ന മാധ്യമപ്രവർത്തകർ പോലും അത് ചർച്ചയാക്കിയില്ല. ഇപ്പോൾ നരേന്ദ്രമോദി 2012 ശേഷം ആദ്യമായി RSS ആസ്ഥാനത്ത് എത്തുമ്പോൾ തന്റെ രാജിപ്രഖ്യാപനമല്ലാതെ മറ്റൊന്നും RSS ആസ്ഥാനത്തെത്തി RSS നേതൃത്വത്തെ അറിയിക്കാൻ മോദിക്കുണ്ടാകില്ല. ഈ അവസരത്തിൽ മോദിയുടെ പിന്മുറക്കാരാര് എന്ന ചോദ്യത്തിന് 3 പേരുകളാണ് എങ്ങും ഉയർന്നു കേൾക്കുന്നത്. ആദ്യത്തേത് നരേന്ദ്രമോദിയുടെ വലങ്കൈയായ അമിത്ഷാ. നരേന്ദ്രമോദി 2001 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് രാജ്കോട്ട് അസംബ്ലി മണ്ഡലത്തിൽ മത്സരിക്കുന്നത് മുതൽ നരേന്ദ്രമോദിയുടെ വലങ്കൈയായി പ്രവർത്തിക്കുന്ന അമിത്ഷായാണോ നരേന്ദ്രമോദിക്ക് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുക എന്ന് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. 2014 ഉത്തർപ്രദേശിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല ഏൽക്കുന്നത് മുതൽ BJPയുടെ ദേശീയ അധ്യക്ഷനാകുന്നതുവരെ വളരെ പെട്ടെന്ന് BJPയിൽ വളർന്നൊരു നേതാവ് കൂടിയാണ് RSSകാരനായ അമിത്ഷാ. അമിത്ഷായ്ക്ക് നറുക്കുവീണാൻ സാധ്യതകൾ ഏറെയാണ്. എന്നാൽ നിതിൻ ഗഡ്കരി എന്ന RSSന്റെ പ്രിയങ്കരൻ, കേന്ദ്രമന്ത്രി എന്ന നിലയിൽ എല്ലാ ഘടകകക്ഷി നേതാക്കളുടെയും പ്രിയപ്പെട്ട തോഴനായ നിതിൻ ഗഡ്കരി ഉള്ളപ്പോൾ അമിത്ഷായ്ക്ക് അത്ര പെട്ടെന്ന് നറുക്കുവീഴാൻ സാധ്യതകൾ കുറവാണ്. RSSന്റെ ആസ്ഥാനം കുടികൊള്ളുന്ന നാഗ്പൂരിനെ കഴിഞ്ഞ 3 തവണയായി പ്രതിദാനം ചെയ്യുന്ന ലോക്സഭാംഗം കൂടിയായ നിതിൻ ഗഡ്കരി ഒരുപക്ഷെ ഈ കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ പ്രധാനമന്ത്രിയായാലും അത്ഭുതപ്പെടാനില്ല. ഇനി വിദൂര സാധ്യതയിൽ മറ്റൊരു പേര് കൂടിയുണ്ട്, അപകടകരമായൊരു പേര്. വർഗീയതയുടെ ആൾ രൂപം എന്ന് വിളിക്കാൻ കഴിയുന്ന യോഗി ആദിത്യനാഥ്. ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ 1.5 കോടി രൂപയുടെ ആസ്തി സ്വന്തം പേരിലുള്ള ഒരേ ഒരു യോഗിയും ഈ യോഗി ആദിത്യനാഥ് തന്നെയായിരിക്കും. ഹിന്ദു മഹാസഭയുടെ നേതാവായി ഉയർന്ന് പിന്നീട് BJPയിലെത്തി 5 തവണയിലേറെ ലോക്സഭാംഗമായിരുന്ന യോഗി ആദിത്യനാഥ് ഇപ്പോൾ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ്. യോഗിക്ക് RSSുമായി അത്ര നല്ല ബന്ധം അവകാശപ്പെടാനില്ല. എന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയ കാലാവസ്ഥയിൽ യോഗി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാലും ഒട്ടും അത്ഭുതപ്പെടാനില്ല. നരേന്ദ്രമോദിക്ക് പകരം ഇനി ആര് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി എത്തിയാലും ഈ RSS എന്ന സംഘടന അതിന്റെ വർഗീയ അജണ്ട ഇന്ത്യയിൽ നടപ്പാക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും. എന്തായാലും മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്ത ഇത്തരം നറേറ്റീവുകൾ കാണുവാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ജയ് ഭീം, ജയ് ഹിന്ദ്.